ഒരു രഹസ്യം ഞാൻ പറഞ്ഞത്, പിശാച് നമ്മളെ തൊടാതിരിക്കാനുള്ള ഒരു രഹസ്യം ഇതുവരെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു രഹസ്യം നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. ഇതുവരെ എൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ നല്ല ആൾക്കാരായതുകൊണ്ടും നിങ്ങൾ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നല്ല ഭക്ഷണമൊക്കെ തന്നതുകൊണ്ടും നിങ്ങൾക്ക് ഞങ്ങൾ ആ ഒരു മർമ്മം പറഞ്ഞു തരാം. 24 മണിക്കൂറും ഉള്ളുകൊണ്ട് യേശു 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 ആ നാമം അങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും, വേറെ ആരുടെ പേര് വിളിക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയ. എന്ത് പറയണം? യേശുവേ യേശുവേ. ചുമ്മാ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയണമെന്നേ. ചിലരൊക്കെ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അതിനും പകരം യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ പറ്റണം. ഇത് മുഴുവൻ സമയം തെറിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ അവന്റെ വായിൽ തന്നെ ആയിരിക്കും വരുന്നേ. എന്റെ വായന്ന് യേശുവേ എന്നല്ല വരുന്നത്, പരിശുദ്ധാത്മാവേ ഇന്നാന്ന് പറയുന്നത് അല്ലെ? ആ കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് എന്ത് സംസാരിക്കുന്നത്? അധരം സംസാരിക്കുന്നത്. ഇപ്പൊ ഹൃദയത്തിൽ അതെന്താണോ അറിഞ്ഞിരിക്കുന്നത് അതെങ്ങനെ വരും? നാവിലൂടെ പുറത്തേക്ക് വരും. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ പിടിച്ചു നിന്നാലും ഉള്ളിലുള്ളത് നാവിൽ കൂടി പുറത്ത് വരും. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ അറിയത്തില്ല ഇതിന്റെ ഉള്ളിലിരിപ്പ് എന്നാന്ന് അല്ലേ? 5 മിനിറ്റ് കിട്ടിയാൽ 5 മിനിറ്റ്, നിങ്ങൾ 5 മിനിറ്റ് കിട്ടിയാൽ മതി. നിങ്ങളിൽ എന്ത് പിശാച പ്രവർത്തിക്കുന്നത് അച്ഛൻ പറഞ്ഞുതരാം. കാരണം എന്താ പറയാ, ഉള്ളിലുള്ളത് പുറത്തേക്ക് വരൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്. കാരണം ഈ ലോക ജീവിതത്തിൽ, ഈ ലോകത്തിൽ സ്വർഗം നമ്മുടെ രക്ഷയ്ക്കായി നൽകിയ ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് യേശു എന്ന നാമമാണ്. പരിശുദ്ധ അമ്മയുടെ നാമമല്ല, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമമല്ല, വിശുദ്ധ ചാവറയച്ചന്റെ നാമമല്ല, ഒരു വിശുദ്ധരുടെയും നാമമല്ല, പരിശുദ്ധ അമ്മയുടെ നാമമല്ല. ശ്രദ്ധിക്കുക, രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ പാപമോചനത്തിനു വേണ്ടി നൽകപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് ആരുടെ നാമമാ? യേശു എന്ന നാമമാ. സെബസ്ത്യാനോസ് നിന്റെ പാപത്തിന് വേണ്ടിയൊന്നും അല്ല മരിച്ചേ, ആണോ? അല്ല. സെബസ്ത്യാനോസ് മരിച്ചത് ഈ സ്നേഹം അവന്റെ ചങ്കിലേക്ക് അങ്ങോട്ട് ഒഴുകിയപ്പോണ്ടല്ലോ, അവിടെ നിന്ന് അവന്റെ ചങ്ക് പിളർന്നിട്ട് അവിടെ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തവും വെള്ളവും അത് സ്വർഗത്തിന്റെ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ്. അത് ഒഴുകിയിറങ്ങിയത് സെബസ്ത്യാനോസിന്റെ ചങ്കിലേക്ക്. സ്നേഹം, കുരിശിന്റെ സ്നേഹം അവന്റെ ചങ്കിലേക്ക് ഒഴുകി. അപ്പൊ സെബസ്ത്യാനോസ് എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനമെടുത്തു. ആ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ സെബസ്ത്യാനോസ് മരിച്ചത് ചേച്ചിയുടെ പാപത്തിന് വേണ്ടിയിട്ടല്ല, ചേട്ടന്റെ പാപത്തിന് വേണ്ടിയിട്ടല്ല, ബിജിലച്ചന്റെ പാപത്തിന് വേണ്ടിയിട്ടല്ല, ലോകത്തിന്റെ പാപത്തിന് വേണ്ടിയിട്ടല്ല. സെബസ്ത്യാനോസ് മരിച്ചത് ഒരേ ഒരുവൻ, ഈ ലോകത്തിൽ ഒരുവൻ മാത്രമാണ് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി കാൽവരിയിൽ പിടഞ്ഞ് അവസാനത്തുള്ളി രക്തവും ചിന്തി മരിച്ചത്. അതീശോയ. ഹല്ലേലൂയ. ഈ നാമം പറയുമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, പിശാച് ഇങ്ങനെ വിറയ്ക്കും. ഒത്തിരി വിടുതൽ ശുശ്രൂഷകളിൽ, ഇവിടെ ശുശ്രൂഷകൾ ഇരിപ്പുണ്ടല്ലോ, കാരിസ്മോനിലൊക്കെ ചില ധ്യാനങ്ങൾക്കൊക്കെ ശക്തമായ ഡെലിവറൻസ് ശുശ്രൂഷ നടക്കും. ഈ നാമം പറയുമ്പോ പിശാചൊക്കെ കടന്ന് വിറയ്ക്കും. നമുക്ക് കാണാം. കേൾക്കണ്ടെന്നേ പറയുള്ളൂ, ചെവിയൊക്കെ പൊത്തു. നിങ്ങൾ വെറുതെ പോയിട്ട് ഒരു ഡെലിവറൻസ് ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ പോയിട്ട് യേശു യേശു എന്നൊന്ന് പറഞ്ഞേ, അവളിലോ അവനിലോ പ്രവർത്തിക്കുന്ന പിശാച് അവരെ കൊണ്ട് ചെവി പൊത്തിക്കും. ഇത്രയും സംഭവങ്ങൾ എത്രണ്ണം പറയണം? കാരണം പിശാച് വിറയ്ക്കുന്ന നാമമാണ് യേശു എന്ന നാമം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും, അപ്പൊ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ? ആ യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പിശാച് പ്രവർത്തിക്കുന്നുണ്ടല്ലേ? ഉണ്ടോ? ഇല്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. നല്ല കൊടിയ പിശാചുകൾ പ്രവർത്തിക്കുന്ന ടീം ഇതിനകത്തിരിപ്പുണ്ട്. നല്ല മൂർക്കം പാമ്പിനെ ഉള്ളി വെച്ചുകൊണ്ടിരിപ്പുണ്ട്. അത് സമയമാകുമ്പോഴേ കൊത്തോളൂ. ഹല്ലേലൂയ. നല്ല വിഷമുള്ള ജീവികൾ ഇതിനകത്തിരിപ്പുണ്ട്. നല്ല കൊടിയ വിഷം. സമയമാകുമ്പോ അവൻ കൊത്തും. അതുവരെ ഇങ്ങനെ ഒളിച്ചും പാത്തിരിക്കും അല്ലേ? ഉള്ളിലുണ്ടെന്നേ ചില ജീവിതങ്ങളുടെ ഉള്ളിൽ അതുപോലെ ചില തിന്മയുടെ അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട്. വെറുപ്പിന്റെ ഏറ്റവും, പിശാചിന്റെ ഏറ്റവും കൊടിയ സാധനം എന്ന് പറയുന്നത് വെറുപ്പ്.
പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് വെറുപ്പ്. അവൻ ഒരിക്കലും സ്വർഗം പ്രാപിക്കില്ല. കാരണം സ്വർഗത്തിൽ സ്നേഹിക്കാൻ അറിയത്തുള്ളൂ. സ്വർഗത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ലോക ജീവിതത്തിൽ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിഞ്ഞ ഒരു ദൈവ പൈതലും സ്വർഗത്തിൽ പോവുകയല്ല. ഹല്ലേലൂയ. ഒരു തരം സ്വർഗത്തിൽ പോകില്ല, 2 തരം സ്വർഗത്തിൽ പോകില്ല, 3 തരം സ്വർഗത്തിൽ പോകില്ല. വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്ന ഒരു ദൈവ പൈതൽ സ്വർഗത്തിൽ പോകില്ല. തിരുനാൾ കഴിയുമ്പോൾ എന്തൊക്കെ ലേലം വെക്കുകയല്ലേ? ലേലമായി അച്ഛൻ ചെയ്ത സ്വർഗത്തിൽ പോവുകയല്ല. കാരണം സ്വർഗത്തിൽ എന്നും നിലനിൽക്കുന്നത് സ്നേഹമാണ്. ജീവിതത്തിൽ ക്ഷമിക്കാത്ത, സ്നേഹിക്കാത്ത ഒരു വ്യക്തി അവിടെ ചെന്നിട്ട് ഇവനെങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റണ്ടേ? സ്വർഗത്തിന്റെ അങ്ങോട്ട് കയറാൻ പറ്റണ്ടേ? സ്നേഹിക്കാത്തൊരു വ്യക്തി സ്വർഗത്തിന്റെ പടിവാതിൽ കാണില്ല. ഈ ജീവിതത്തിൽ പടാപ്പാട് പെട്ടതൊക്കെ വെറുതെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഒത്തിരി ശുശ്രൂഷകരെ എൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒത്തിരി ശുശ്രൂഷകരെ, കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ വചന ശുശ്രൂഷകരെയും കണ്ടിട്ടുണ്ട്. ഡെലിവറൻസ് ഗിഫ്റ്റ് ഉള്ളവര്, ഹീലിംഗ് ഗിഫ്റ്റ് ഉള്ളവര്, ഇങ്ങനെ മുഖത്ത് നോക്കി നിങ്ങളുടെ ചെറുപ്പം മുതൽ വള്ളിന് കിറിട്ട് നടന്ന കാലം മുതൽ ഇപ്പോൾ വരെ ഉള്ളതും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വരെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ തക്കവിധം അഭിഷേകമുള്ളവരെ ഒക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അച്ഛനെ അൽത്താരയിൽ നിന്ന് പറയും, പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ അഭിഷേകം എന്താണെന്ന് അറിയാമോ? അത് സ്നേഹിക്കാനുള്ള അഭിഷേകമാണ്. ഈ വരങ്ങളൊന്നുമല്ല. കർത്താവ് പറഞ്ഞില്ലേ, നിനക്ക് മലകളെ മാറ്റാൻ വിശ്വാസം ഉണ്ടാകൂ, നിനക്ക് അങ്ങേയറ്റത്തെ വരങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തിട്ട് ഭാഷാവരുണ്ടായി, ഇതെല്ലാം ഉണ്ടായി, രോഗം ഇതെല്ലാം ഉണ്ടായിട്ടും സ്നേഹമില്ലെങ്കിൽ അതിനെന്നാ പറയുന്നേ? ഒന്നുമല്ല. സമ്പത്തുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കും, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സമ്പത്തുണ്ടായി, സൗകര്യങ്ങൾ, ഇന്നലത്തെക്കാൾ സൗകര്യങ്ങളില്ലേ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ? ഉണ്ടല്ലോ അല്ലേ? ഒരു 20 വർഷം മുമ്പ് ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോട് ചോദിച്ചു നോക്ക്, പട്ടിണി കിടന്നിട്ടില്ല അമ്മച്ചി? പട്ടിണി കിടന്നിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിക്ക്. നാണിക്കൊന്നും വേണ്ട, അച്ഛനും കിടന്നിട്ടുണ്ട് പട്ടിണി. ഹല്ലേലൂയ. പട്ടിണി കിടന്നിട്ടുണ്ട്. ഇന്ന് ഈ സാധനങ്ങൾ വല്ല തിന്നടാ വായ പൊളിക്കടി കുത്തി കയറ്റുമല്ലേ ഇതിന്റെയൊക്കെ ഇല്ലേ? ഇന്ന് ഇതിനകത്ത് ആരാ പട്ടിണി കിടക്കുന്നത്? ഒരാളും പട്ടിണി കിടക്കുന്നില്ല. സൗകര്യങ്ങൾ കൂടി. ഫ്രിഡ്ജില്ലാത്ത ഏത് വീടാവുള്ളേ? TV ഇല്ലാത്ത ഏത് വീടാവുള്ളേ? ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഏത് വീടാവുള്ളേ? എല്ലാം കൂടിയില്ലേ? എല്ലാം കൂടി. ഇപ്പൊ വീടുകളൊക്കെ പൊളിച്ച് വാർത്തുകൊണ്ടിരിക്കുക, വാർക്ക വീടായിക്കൊണ്ടിരിക്കുക. സൗകര്യങ്ങൾ കൂടിയിട്ടും പറ, ഇന്നത്ര കുടുംബങ്ങളിൽ അതിനനുസരിച്ച് സമാധാനം കൂടിയിട്ടുണ്ട്, സന്തോഷം കൂടിയിട്ടുണ്ട്, സ്നേഹം കൂടിയിട്ടുണ്ട്. ഇതൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ചില മാതാപിതാക്കള് കാരിസ്മന് വന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ചോ പഴയ ചോർന്നൊലിക്കുന്ന ഒരു വീടായിരുന്നു, പണ്ട് മുതലൊരു ചങ്കിന്റെ ഒരു വേദനയായിരുന്നു ഒരു നല്ലൊരു ഭവനം വേണമെന്ന്. മക്കളൊക്കെ വളർന്ന് വിദേശത്തൊക്കെ പോയി വിവാഹമൊക്കെ കഴിഞ്ഞ് അവര് കാശൊക്കെ ഉണ്ടാക്കി നാട്ടിൽ വന്ന് നല്ല വീടൊക്കെ പണിതു. അങ്ങനെ പഴയ വീടൊക്കെ പൊളിച്ചു, പുതിയ വീട്ടിൽ വന്നു. പക്ഷെ അച്ഛാ ഒരു കാര്യം പറയാലോ, ആ പഴയ വീട്ടിലുണ്ടായിരുന്ന സന്തോഷം ഉണ്ടല്ലോ, ആ പഴയ വീട്ടിൽ അനുഭവിച്ചൊരു സമാധാനം ഉണ്ടല്ലോ, ആ പഴയ വീട്ടിൽ ഒരുമിച്ച് ഇല്ലായ്മയിൽ ഞങ്ങൾ സ്നേഹിച്ചും സഹകരിച്ചും ഉള്ളത് പരസ്പരം പങ്കുവെച്ചും കഴിഞ്ഞൊരു സമയം ഉണ്ടായിരുന്നച്ചോ. ഇപ്പൊ അതൊന്നുമില്ല. ഓരോരുത്തർ വരിക, അവരുടെ മുറി കയറി വാതിലടയ്ക്കുക, അവൻ ഇഷ്ടമുള്ളപ്പോൾ വന്ന് കഴിച്ചിട്ട് പോവുക. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും ഒരുമിച്ചില്ലച്ചോ. സൗകര്യങ്ങൾ കൂടി, എല്ലാവർക്കും പേഴ്സണൽ മുറിയായി. പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അത്ര പഴയ, ഇപ്പൊ പുതിയ വീട് പിന്നീട് പണിതു. അതുകൊണ്ട് അപ്പോൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ ഞങ്ങൾ 3 ആൺമക്കളാണ്. അപ്പോൾ കട്ടിലൊന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ തറയാണ്. നമ്മൾ പായലാണല്ലോ അന്നൊക്കെ, അങ്ങനെയായിരുന്നു. മെഴുക് പുരട്ടിയ ചാണകം പുരട്ടിയ കുടുംബങ്ങളൊക്കെ വീടൊക്കെ ആയിരുന്നു നമ്മുടെ പലരുടെ വീടുകളൊക്കെ. അത് കഴിഞ്ഞാണ് ഇപ്പൊ വലിയ ടയലും വലിയ സാധനങ്ങളൊക്കെ വന്നത്. പണ്ടൊന്നും ടയലൊന്നും ഇല്ലായിരുന്നു അല്ലേ? പക്ഷെ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? കാര്യമല്ലേ അല്ലേ? നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറെ പഠിച്ചില്ല, ക്ഷമിക്കാൻ കുറെയൊക്കെ ക്ഷമിച്ചിട്ടില്ലേ? നിങ്ങൾ ഇന്നും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഇയാളുടെ കൂടെ ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ, ഈ അമ്മായിയമ്മയുടെ കൂടെ ഇന്നും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അന്ന് കുറെ സഹിച്ചത് കൊണ്ടല്ലേ? ഒന്നും പിടിച്ചു നിന്നൊന്നും തെറിയും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതെ അല്ലേ നിന്നുകൊണ്ടല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ 3 പേരോട് കട്ടിലേക്ക് കിടന്നാല്, ചെറിയ കട്ടില, ഇത്രയും പോലും ഇല്ല കട്ടിൽ.
അപ്പൊ കട്ടിലേ കിടക്കാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ, ബെഡൊക്കെ ഉണ്ടല്ലോ, നേരത്തെ തറയാണല്ലോ, പായ കിടക്കണ്ടേ. അപ്പൊ കട്ടിലേ കിടക്കും. ഈ 3 പേരും കൂടി കിടക്കുമ്പോൾ 3 പേരും കൂടി കിടക്കും. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരുത്തനെ ചവിട്ടി താഴെയിടും. 3 പേരും കൂടി അങ്ങനെ കിടക്കുന്നു. ഇങ്ങനെ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, നമ്മളിങ്ങനെ ഈ ഷേപ്പിലാണല്ലോ കിടക്കുന്നത് അല്ലെ. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു താഴെ പോവും. ചെന്നാലും ഒരു ബെഡേ കിടന്ന്, ഒരു പായേ കിടന്ന്, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് ഒരു സ്നേഹം ഉണ്ടായി. അതെല്ലാം പോയി. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചു, കാശുണ്ട്, അഹങ്കാരം കൂടി, ദൈവം പോലും വേണ്ടെന്നുള്ള ചിന്തയാണ് ചിലർ. ഇന്നലകളില് ഒന്നുമില്ലാതിരുന്ന സമയത്ത് ചങ്കുപൊട്ടി ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നവര് ഇന്നെല്ലാം ആയപ്പോ ദൈവത്തെ മറന്ന് ജീവിക്കുന്നുള്ളവരുണ്ടാവും. ചുറ്റുപാട് നോക്കിപ്പോ നിങ്ങൾ. ഇന്നലകളിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ നടുവില് ഈ അൾത്താരയുടെ മുമ്പിൽ ഇന്നലകളിൽ കണ്ണുനീരൊഴുക്കിയ ജീവിതങ്ങൾ ഇന്ന് കർത്താവ് കണ്ണുനീരിന്റെ ഫലമായി മാളിക കൊട്ടാരം നൽകിയിട്ട് ഇന്ന് ഈ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ടാകും. ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ പ്രതിഫലം. ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറയാ ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മള് ഏറ്റവും വലിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാനുള്ള അഭിഷേകം. ഇത് കഴിഞ്ഞിട്ട് വേറെ എന്ത് അഭിഷേകമുള്ളൂ? നിങ്ങൾ വേറെ ഒരു അഭിഷേകത്തിന് വേണ്ടി ആരാധനയ്ക്ക് പ്രാർത്ഥിക്കണ്ട. ഞാൻ വേറൊരു ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞു വരദാനങ്ങളെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചും ദാനങ്ങളെ കുറിച്ചും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അതെല്ലാം പോയി. അപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്നു ഇതേക്കുറിച്ച് ഒന്നും പറയണ്ട. എന്തിനാ വരങ്ങളെ കുറിച്ചും ദാനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്? ഭാഷാവരത്തെക്കുറിച്ചും പ്രവചന വരത്തെക്കുറിച്ചും ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരത്തെക്കുറിച്ചൊക്കെ എന്തിനാ പറയുന്നേ? സ്നേഹിക്കാനുള്ള വരം നഷ്ടപ്പെട്ടവന് ഈ വരം കിട്ടിയത് കൊണ്ട് എന്ത് നേട്ടം? അവൻ ആത്മനാശത്തിലാ. എന്തൊക്കെ വരമുണ്ടെങ്കിലും ഒരുവനെ സ്നേഹിക്കാൻ പറ്റണില്ലേ? കുടുംബത്തിലുള്ള അപ്പനെ, അമ്മയെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വികാരിയച്ഛനെ, അയൽവാസിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? ദൈവവൈതലേ, നീ സ്വന്തമാക്കിയതൊന്നും നേട്ടമായിരുന്നില്ല, സ്വന്തമാക്കേണ്ടതായിരുന്നില്ല. ഹല്ലേലൂയ. ഇതൊന്നും ഇല്ലാതിരുന്നപ്പോൾ നിനക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ദൈവം ഇതിലെ ചങ്കിൽ ഉറപ്പിച്ചോ. അതായിരുന്നു നിന്റെ ജീവിതത്തിൽ സ്വർഗം ആഗ്രഹിച്ച നിമിഷം. ഒന്നുമില്ലായിരുന്നപ്പോഴും നിന്റെ ഉള്ളിൽ, നിന്റെ ചങ്കിൽ ഒരു സ്നേഹത്തിന്റെ നനവുണ്ടായിരുന്നില്ലേ? ഇന്നെല്ലാം ഉണ്ടായപ്പോ സ്നേഹം പറ്റി വരണ്ടു പോയോ? ഇന്ന് വലിയ മതിലൊക്കെ കെട്ടി അയൽവാസികളായിട്ട് മിണ്ടാട്ടം പോലുമില്ല. വർഷങ്ങളായിട്ട് സ്വന്തം അയൽവക്കത്ത് കിടക്കുന്നവര് മിണ്ടിയിട്ട് ചെറിയ തുച്ഛമായ കാരണത്തിന്റെ പേരില്. പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയാവോ? അന്ന് ഒരു വീട്ടിലെങ്ങാൻ ഒരു ഗസ്റ്റ് വരുമ്പോഴാണല്ലോ നമ്മൾ മറ്റേ കോഴിനെ പിടിക്കുന്നത്. ഗസ്റ്റൊക്കെ വന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നെ കോഴിയുടെ പുറകെ ഓട്ടം നമ്മുടെ പണിയാണ്. പിള്ളേരെ പിടിക്കടാ കോഴീനെ. പിന്നെ നമ്മൾ അതിനെ ഓടിച്ചിട്ട് അവനെ പിടിച്ച് അവനെ കഴുത്ത് പിരിച്ച് ഞെരിച്ച് അവന്റെ പാലും പൂടയൊക്കെ പറിച്ച് അല്ലേ, എന്നിട്ട് നമ്മൾ ആ കോഴിക്കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഗസ്റ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്നാലും കറി ഉണ്ടാവും എല്ലാവർക്കും. ഇതിന്ന് ചെറിയൊരു പാത്രത്തിലാണെങ്കിൽ അതിൽ നിന്ന് 2 കഷ്ണം കൊണ്ടുപോയിട്ട് ഞങ്ങൾ അയലൊക്കത്തുള്ള വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവിടെ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയ അപ്പം അത് ഇങ്ങോട്ട് കൊണ്ടുവരും. കൊടുക്കുന്നതിന്റെ വലിപ്പമല്ല പ്രിയപ്പെട്ടത്, പക്ഷേ സ്നേഹത്തിനൊരു വലിപ്പമുണ്ട്. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ഒരു വലിപ്പമുണ്ട്. കാരണം ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോ സ്നേഹം പുറത്തോട്ടൊഴുകും. വചനം പറയുന്നു നൽകുന്നതാണ് സ്നേഹം. നൽകാതിരിക്കാൻ പറ്റില്ല. ചില ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പ്രകടിപ്പിക്കാൻ അറിയാഞ്ഞിട്ടാ. ചിലർക്കൊക്കെ ചങ്ക് നിറച്ച് സ്നേഹമുണ്ട്, സ്നേഹം എന്നിട്ട് പ്രകടിപ്പിക്കാൻ, സ്നേഹം ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരും. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട കാര്യച്ഛൻ ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അച്ഛൻ പറയാം, നിങ്ങളുടെ വീട്ടില് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന നല്ല സ്പ്രേ ഉണ്ടോ? വിദേശത്തുനിന്ന് കൊണ്ടുവന്ന സ്പ്രേ, വിദേശത്ത് നല്ല സ്പ്രേ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ നാളെ പള്ളി വരുമ്പോൾ ആ സ്പ്രേ നന്നായിട്ട് 2 കക്ഷത്തിലും അടിച്ചിട്ട് ഇങ്ങോട്ട് പോരണം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് ഇറുക്കി പിടിച്ചോളാം. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഇങ്ങനെ ഇറുക്കി പിടിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ സ്മെല്ല് കിട്ടോ ഇല്ലയോ? കിട്ടും. നിങ്ങൾ എത്ര ഇറുക്കി പിടിച്ചാലും സ്മെല്ല് കിട്ടും. നിങ്ങൾ നാളെ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ.
ചുമ്മാ 25 രൂപയ്ക്ക് മറ്റേ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ സ്പ്രേ അടിച്ചുകൊണ്ട് വന്നേക്കരുത്, പൊള്ളിപ്പോവും. അതൊന്നുമല്ല, നല്ല അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉള്ള സ്പ്രേ അടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇറുക്കി പിടിച്ചു നോക്കിക്കോ, ആ സ്പ്രേയുടെ സ്മെല്ല് പുറത്തേക്ക് വരും. എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ചങ്കില്, നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ നനവുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ, അത് പുറത്തു വരാതിരിക്കില്ല. നിന്റെ സംസാരത്തിൽ, നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ പെരുമാറ്റത്തിൽ, നിന്റെ മനോഭാവത്തിൽ എല്ലാം ഈ സ്നേഹം പുറത്തോട്ടൊഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെബസ്ത്യാനോസിന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. സെബസ്ത്യാനോസ് സ്വന്തം ജീവിതം കൊടുത്തു. കാരണം എന്താ? ഈ സ്നേഹം ഉള്ളിൽ അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോ, സ്നേഹം സെബസ്ത്യാനോസിന്റെ ചങ്കിൽ നിറഞ്ഞപ്പോ, ഈശോയോടുള്ള സ്നേഹം അങ്ങോട്ട് നിറഞ്ഞ് കവിയാൻ തുടങ്ങിയപ്പോ ആ സ്നേഹം പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങി. മരിക്കുവോളം, അവസാന ശ്വാസത്തോളം അവൻ ഈശോയെ സ്നേഹിച്ചു. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഇനി ആരെങ്കിലും കുമ്പസാരിക്കാൻ ഇതിനകത്തുണ്ടോ? ഉണ്ടോ? ഒത്തിരി പേരുണ്ടോ? കൈവക്കിക്കേ. ഉണ്ടോ? എൻ്റെ ദൈവമേ, നിങ്ങളെല്ലാവരും കൂടി ഇറങ്ങിപ്പോയാൽ പിന്നെ ആരും ഉണ്ടാകുകയല്ലോ. കുറച്ച് പേര് ഇപ്പൊ ആവശ്യത്തിനുള്ളവർ പോയിട്ടുണ്ട്. ഇരിക്കും. നമുക്കിന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് പോയാൽ ഇല്ല, വികാരിച്ചൻ്റെ അടുത്ത് പറഞ്ഞ് നാളെയും 2 അച്ഛന്മാർ അറേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, കുമ്പസാരം തീരോ? അച്ഛൻ പറഞ്ഞു, അച്ഛൻ 8:30 വരെ ഇരിക്കാൻ തീരുമെന്ന് പറഞ്ഞു. ഇതിപ്പോ തീരാൻ വഴിയില്ല. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, നല്ലൊരു കുമ്പസാരം, ഒരു ഏറ്റുപറച്ചൽ, അനുതാപം നിങ്ങളുടെ ഹൃദയത്തിൽ എടുത്തിട്ട് ഒരു ഏറ്റുപറച്ചൽ നടത്തിക്കോ. യേശുക്രിസ്തുവിനെ രക്ഷകരും നാഥനുമായി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞോ, കുടുംബത്തിന്റെ തലമുറയുടെ കെട്ടുകൾ വരെ അഴിയും. നിങ്ങൾ കുടുംബത്തിൽ കാണാൻ പറ്റിയ ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിയോ. അച്ഛൻ പറയുന്നതാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കാണാൻ പറ്റൂ ഓരോരോ മേഖലകൾ. അത് നിങ്ങൾ ചോദിക്കും, അച്ഛൻ ഇത് എങ്ങനെ സംഭവിച്ചു, ഇത്ര പെട്ടെന്ന് എങ്ങനെ കാര്യങ്ങൾ നടന്നു? ഒത്തിരി സമയമൊന്നും വേണ്ട പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ. ദൈവത്തിന് പ്രവർത്തിക്കാൻ പിന്നെ അധികം സമയം വേണ്ട. ഹല്ലേലൂയ. കാരണം എന്നാണെന്നറിയോ? ഇതാണ് കാരണം. എന്നതാ ഞാൻ അച്ഛൻ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു, ഈശോയുടെ ചങ്ക് നിറച്ച്, ജീവിതം നിറച്ച് സ്നേഹമാ. അതുപോലെ ഈശോ സ്നേഹിക്കുന്നത് കൊണ്ട് തന്റെ ദൈവമക്കളെ കാണുമ്പോ, എന്തെങ്കിലും ഒരു കുറവ് കാണുമ്പോ ഈശോയ്ക്ക് തന്റെ സ്നേഹത്തിൽ നിന്ന് കൊടുക്കണം. അപ്പൊ എനിക്കൊരു കുറവുണ്ട്, ഈശോ എന്നെ കാണുമ്പോ, ഈശോയെ എന്റെ വിശുദ്ധ ജീവിതത്തിൽ കുറവുണ്ട്, ആത്മീയ ജീവിതത്തിൽ കുറവുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുണ്ട്, സ്നേഹത്തിൽ കുറവുണ്ടെന്ന് ഈശോ കാണുമ്പോ, ഈശോ തന്റെ ചങ്ക് നിറച്ചും സ്നേഹമായതുകൊണ്ട്, തന്റെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു വീർപ്പുമുട്ടുന്നത് കൊണ്ട് ആ സ്നേഹത്തിന്റെ കുത്തൊഴുക്ക് നിന്റെ ആത്മാവിലേക്ക്, നിന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിലേക്ക് സ്വർഗം ഒഴുക്കും. അതാ സ്നേഹം നിർബന്ധിക്കുന്ന. ഹല്ലേലൂയ. അതിനെ തുറന്ന് പറ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈശോ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വീണ്ടും ആവർത്തിക്കുന്നു, സ്വർഗത്തിന്റെ കരുണയും സ്വർഗത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയതാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം നമ്മളിൽ നിറയണം, ഈ കരുണ നമ്മുടെ ജീവിതത്തിൽ നിറയണം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ അതേ അഭിഷേകം പ്രാപിക്കുന്നവരായിട്ട് മാറും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവിലുള്ള ഒരു അഭിഷേകം ഒരു ദൈവ പൈതൽ സ്വീകരിക്കുന്നത് ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്വർഗത്തിന്റെ സ്നേഹവും ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്വർഗത്തിന്റെ കരുണയും അതിന്റെ പൂർണ്ണതയിൽ എന്നിൽ വെളിപ്പെടുമ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ പൈതലായി, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർത്തീകരണമായി, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നോക്കിക്കോ, ഇനി ആ സ്നേഹത്തെ നോക്ക്. നമ്മള് തീർന്നില്ല, 10-20 മിനിറ്റ് കൂടെ ഉണ്ട്. നോക്കിക്കേ, അതുകൂടി പറഞ്ഞിട്ട് അച്ഛൻ നിർത്തും. എന്നിട്ട് നമ്മൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ അഭിഷേകം കിട്ടിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറും. വേറെ ഒന്നിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട. ജോലി കിട്ടാനും പ്രാർത്ഥിക്കേണ്ട, വിവാഹം നടക്കാനും പ്രാർത്ഥിക്കേണ്ട, കുഞ്ഞുങ്ങളുണ്ടാകാനും പ്രാർത്ഥിക്കേണ്ട. സ്നേഹിക്കാനുള്ള ഒരു അഭിഷേകം തരണമേ എന്ന് പറഞ്ഞ് ഒന്ന് ആത്മാവിലൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാവോ? നിന്റെ ആത്മാവിലേക്ക് സ്വർഗം സ്നേഹിക്കാനുള്ള കൃപ തരും. കാരണം വിശുദ്ധ മദർ തെരേസ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിലേക്ക്
ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിലേക്ക് ദൈവം വർഷിക്കുന്ന കൃപയുടെ സമൃദ്ധി എത്രമാത്രമാണെന്ന് ഒരാത്മാവിന് അളക്കാനോ തിട്ടപ്പെടുത്താനോ സാധ്യമല്ല. അത്രമാത്രം ഒഴുക്കുന്ന പറയുന്നത്. എന്തോരം വിശുദ്ധര് നമ്മുടെ ചുറ്റുമുണ്ട്, എന്തോരം വിശുദ്ധ ജീവിതം നയിച്ചവര് നമുക്ക് മാതൃകയായിട്ടുണ്ട് അല്ലെ. ഈ ദിവസങ്ങളിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സെബസ്ത്യാനോസിന്റെ മാതൃകയല്ലേ നമ്മൾ അനുകരിക്കാൻ സഭ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതേ ഈശോയോടുള്ള സ്നേഹം നമ്മളിലും നിറയാൻ ഈ വിശുദ്ധൻ നമ്മളെ നിർബന്ധിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് ചെയ്യുന്നത്. ഓരോ തിരുനാൾ ആഘോഷത്തിൽ സംഭവിക്കുന്നത് ഈ വിശുദ്ധ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി അവനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിച്ചുവോ അതുപോലെ എനിക്കും സാധ്യമാണെന്ന്, എനിക്കും പറ്റുമെന്ന്, എനിക്കും സാധ്യമാണെന്ന് ഈ വിശുദ്ധൻ നമ്മളോട് പറയുക, ഇങ്ങനെ പ്രേരിപ്പിക്കുക, നിർബന്ധിക്കുക. അതാണ് തിരുനാളിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഈ സെബസ്ത്യാനോസിന്റെ തിരുനാളും ഈ അമ്പെടുക്കലും ഈ നാട് മുഴുവൻ നീളെയുള്ള പ്രദർശനം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരല്പം പോലും സ്നേഹം നിറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നേട്ടം? കർത്താവ് ചോദിക്കുന്നു, ഈ ലോകം മുഴുവൻ നേടി എന്നിട്ട് നിന്റെ ആത്മനാശത്തിലാണ് നീ കിടക്കുന്നതെങ്കിൽ നിനക്ക് എന്ത് നേട്ടം? ഇപ്പൊ സ്നേഹിക്കാത്തൊരു വ്യക്തി അവന്റെ ആത്മനാശത്തിലാണ്. ഹൃദയത്തിൽ സ്നേഹമില്ലാത്തൊരു വ്യക്തി അവൻ ആത്മനാശത്തിന്റെ വക്കിലാ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു നിർത്തിയത് അവിടെ ചെന്ന 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന കൊച്ചു, ബാവാച്ചി എന്ന് വിളിക്കുന്ന കൊച്ച്, ആ കുഞ്ഞ് തീർച്ചയായും സ്വർഗത്തിലാണ്. ജീവിച്ചിരിക്കുമ്പോഴേ വിശുദ്ധയാകും. കാരണം അറിഞ്ഞുകൊണ്ട് ഒരു പാപം ആ കുഞ്ഞ് ചെയ്യുന്നില്ല. നമ്മൾക്ക് അറിവുള്ളത് കൊണ്ടാ പാപം ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമേ തലയ്ക്കൊരു അടി തന്ന് എൻ്റെ ബുദ്ധി, എൻ്റെ ആലോചന ഒക്കെ എടുത്ത് കളയണേന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചു. കർത്താവ് കേട്ട രക്ഷപ്പെട്ടു. ബുദ്ധിമാന്തി ഉള്ളപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരുന്നോ. അങ്ങനെയുള്ള മക്കൾ, അങ്ങനെ എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ കുറവുകളോ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക, അവരെ ഓർത്ത് ആനന്ദിക്കുക. ഇത് സ്വർഗത്തിന്റെ അവകാശി നിന്റെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട്. അല്ലേ, നമ്മുടെ മാതാപിതാക്കള് ശരിക്കും ആത്മീയമായി വളർന്ന മാതാപിതാക്കൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? മക്കള് നല്ല ജീവിതം സ്വന്തമാക്കണം, നന്മയിൽ വളരണം, വിശുദ്ധിയിൽ വളരണം, പ്രാർത്ഥന ഉണ്ടാകണം, ദൈവഭയം ഉണ്ടാകണം, ദൈവത്തെ. ഇതല്ലേ ഒരമ്മയും അപ്പനും മക്കളിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത്? ഒരു സ്വർഗത്തിൽ പോകണം, അൾട്ടിമേറ്റ്ലി അതാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ സ്വർഗം നൽകപ്പെട്ട കുഞ്ഞുങ്ങൾ ഓൾറെഡി അവര് സ്വർഗത്തിന്റെ അവകാശികളായിട്ടാ ജീവിക്കുന്നത്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. നമുക്ക് ഈ കഴിവും, നമുക്ക് ഈ ആരോഗ്യവും, നമുക്ക് ഈ ബുദ്ധി, നമുക്ക് ഈ ആലോചിക്കാനുള്ള കഴിവും, അങ്ങനെ ആലോചിച്ച് അവൾ എന്നോട് തെറ്റ് ചെയ്തു, അവൻ എന്നോട് തെറ്റ് ചെയ്തു എന്നൊക്കെ ഗണിക്കാനുള്ള കഴിവ് ഈ തലയ്ക്കകത്ത് സ്വർഗം തന്നത് കൊണ്ടല്ലേ ഇന്ന് സ്വർഗത്തിനെതിരെ നിന്റെ ബുദ്ധി കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും നീ വെല്ലുവിളിക്കുന്നേ. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. എന്നെ ആശ്ചര്യപ്പെടുത്തിയത് അതല്ല പ്രിയപ്പെട്ടവരെ, 38 വർഷമായിട്ട് ഒരമ്മ ഈ കുഞ്ഞിനെ പരിപാലിക്കുന്ന, സ്നേഹിക്കുന്നത് കാണണം. 38 വർഷം ബത്സൈദ കുളക്കടവിൽ 38 വർഷം കടന്നു. ആരുമില്ലാതെ, ആരുമില്ലാതെ കടന്നു. ഇവിടെ നോക്കിക്കേ, ഒരു കുഞ്ഞിനെ, അങ്ങനെ ഒരു കുഞ്ഞിനെ 38 വർഷം 24 മണിക്കൂറും പരിചരണം ആവശ്യമുള്ള ഒരു കുഞ്ഞിന്റെ കൂടെ ഒരമ്മ നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നല്ല പ്രിയപ്പെട്ടവർ, അത്ര എളുപ്പമല്ല. എന്നിട്ട് എന്ത് സ്നേഹത്തോടെയാ, എന്ത് വാത്സല്യത്തോടു കൂടി, എന്ത് കൃപയോടു കൂടിയാ ആ കുഞ്ഞിനെ പരിപാലിക്കുന്നത്. കാരണം എന്നാന്നറിയാവോ? ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ട്, ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ട് ഈ സ്നേഹം നിർബന്ധിക്കുകയാ. വേറെ ഒന്നുമില്ല, കാരണങ്ങളൊന്നുമില്ല ഇതിന്റെ പിന്നിൽ. എന്തോരം പേര് ഇങ്ങനെയുള്ളവർ. നിങ്ങൾ കുന്നന്താനത്ത് പരിപാലന ഭവൻ എന്ന് പറഞ്ഞൊരു പരിപാലന ഭവനുണ്ട്. അവിടെ പോയി നിങ്ങൾ കാണണം, നിങ്ങൾ പോണം. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുപോകണം. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പരാതി അതോടെ തീരും. ഭക്ഷണം കിട്ടാത്തതിന്റെ പരാതി, അതിന്റെ പരാതി, കളറില്ലാത്തതിന്റെ പരാതി, നിറവില്ലാത്തതിന്റെ പരാതി, എല്ലാ പരാതിയും 5 മിനിറ്റ് കൊണ്ട് തീരും. ആ കുന്നന്താനത്ത് പരിപാലന ഭവനത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. എന്തിനെങ്കിലും നിങ്ങൾക്ക് പരാതിയുണ്ടോ? ജീവിതത്തിൽ ദൈവം തന്നതിനെ കുറിച്ച് എന്തിനെങ്കിലും പരാതിയുണ്ടോ? തരാതിനെ കുറിച്ച് പരാതിയുണ്ടോ? ചെല്ലണം. അവിടെ ഉണ്ട് 10, 200, 250 പേര്.
തല ഇത്രയും വലുത്, കാല് ശോഷിച്ച് കിടക്കുന്നവര്, കാല് വളർന്ന് തലയില്ലാത്തവര്, കൈകാലുകൾ ചെറുതായി കിടക്കുന്നവര്, കയ്യും കാലും ഇല്ലാത്തവര്, കണ്ണുകളില്ലാത്തവര്. എന്നിട്ട് ഈ സിസ്റ്റേഴ്സ് അവരെ നോക്കുന്നത് കാണണം പ്രിയപ്പെട്ടവരെ. സ്വന്തം അപ്പനും അമ്മയും നോക്കാഞ്ഞിട്ട് കളഞ്ഞുപേക്ഷിച്ചവരെയാണ് ഈ സിസ്റ്റേഴ്സ് നോക്കുന്നത്. എന്തിനാ? അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇത്രയും കഷ്ടപ്പെടുന്നത്. 24 മണിക്കൂറും ഈ കുഞ്ഞുങ്ങള് വായിൽ ഒഴിച്ചു കൊടുക്കും, ഇതിലൂടെ പോകും. മലമൂത്ര വിസർജനങ്ങൾ അവിടെ കടന്നു ചെയ്യുന്നു. ഇതൊക്കെ ക്ലീൻ ചെയ്യാനാ സിസ്റ്റേഴ്സിനെ ആരാ പറയുന്നത്? ആരാ അവരെ പ്രേരിപ്പിക്കുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്വർഗത്തിന്റെ സ്നേഹം, ഈശോയോടുള്ള സ്നേഹം അവരെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. വേറെ ഒരു കാരണവുമില്ല. ഈ സ്നേഹം വറ്റിപ്പോകുമ്പോ പിന്നെ ഒന്നും നിർബന്ധിക്കില്ല. സ്നേഹത്തിന്റെ നിർബന്ധനകൾ വരുന്നത് ഉള്ളിൽ സ്നേഹം നിറയും. അങ്ങ് നിറഞ്ഞ് ഈശോയോടുള്ള സ്നേഹം, ആ സ്നേഹം, ഈശോയുടെ സ്നേഹം ഉണ്ടാവണം. ഈശോയുടെ സ്നേഹമില്ലാത്തൊരു വ്യക്തിക്ക് അതേ സ്നേഹം കൊണ്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല. ഈശോയുടെ സ്നേഹമല്ല നമ്മളിലെങ്കിൽ പ്രശ്നം എന്നറിയോ? നമ്മുടെ സ്നേഹത്തിൽ മാലിന്യം ഉണ്ടാവും, നമ്മുടെ സ്നേഹത്തിൽ സ്വാർത്ഥത ഉണ്ടാവും, നമ്മുടെ സ്നേഹത്തിൽ കളങ്കം ഉണ്ടാകും, നമ്മുടെ സ്നേഹത്തിൽ പരിശുദ്ധി ഉണ്ടാകില്ല. കാരണം ഈശോയുടെ സ്നേഹം പരിശുദ്ധമായ സ്നേഹമാ, കളങ്കമില്ല. യേശുവിന്റെ സ്നേഹത്തിന് സ്വാർത്ഥതയില്ല. യേശുവിന്റെ സ്നേഹം സ്വന്തം ഇഷ്ടങ്ങളോ സ്വന്തം താല്പര്യങ്ങളോ സ്വന്തം സ്നേഹമോ തേടിയ സ്നേഹമല്ല. അപരന്റെ സ്നേഹത്തിന് വേണ്ടി ചങ്കു പിളർന്ന സ്നേഹമാണ് കുരിശിന്റെ സ്നേഹം. ഈ സ്നേഹം ചങ്കി കിട്ടണം പ്രിയപ്പെട്ടവരെ. അത് കിട്ടിയ ആ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കും. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുക. ഇത് പറ്റണമെങ്കിൽ ഈശോയുടെ സ്നേഹം ചങ്കി കിട്ടണം. ഇത് കിട്ടാത്ത ഒരാത്മാവിനും സ്നേഹിക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല, എളിമപ്പെടാൻ പറ്റില്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആത്മനാശത്തിന്റെ വഴികളിലൂടെ മരണം വരെ അവനും അവളും പോകും. കാരണം എന്താ? ഈ സ്നേഹം ചങ്കി കിട്ടാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരോട് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിൽ ഈശോയുടെ അതേ സ്നേഹം നിറയാൻ, ഞാൻ പറഞ്ഞില്ല, ആ സ്നേഹം നിറയട്ടെ, ആ കരുണ നിറയട്ടെ. കരുണയല്ല, അർഹിക്കാത്ത സ്നേഹം. അതാണ് കരുണ എന്ന് പറയുന്നത്. അപ്പനും അമ്മയ്ക്കും എന്നെ സ്നേഹിക്കണം. നമ്മൾ എന്റെ അപ്പനും അമ്മയെ സ്നേഹിക്കേണ്ടവരാ, അവരെന്നെ നോക്കേണ്ടവരാ. അല്ലെങ്കിൽ മക്കള് മാതാപിതാക്കളെ നോക്കേണ്ടവരാ. നോക്കുന്നില്ല എന്ന് കരുത്. പ്രായമായ മാതാപിതാക്കളോട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കേണ്ടവരാണ്. കാരണം അത് അവരുടെ കടമയാണ്. ഇനി നിങ്ങൾക്ക് പ്രായമായി, രോഗിയായി, ഇനിയിപ്പോ നിങ്ങളെ നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങളെ നോക്കുന്നില്ല, നിങ്ങളുടെ മക്കൾ നോക്കുന്നില്ല എന്ന് കരുതുക. അവരവരുടെ കടമ ചെയ്യുന്നില്ല എന്ന് കരുതുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് അർഹിക്കുന്ന സ്നേഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ കിട്ടുന്നില്ല എന്ന് കരുതുക. അമ്മേ, അപ്പാ, അവിടെയാണ് കർത്താവിന്റെ കരുണ നിന്നെ ഭരിക്കേണ്ടത്. അർഹിക്കാത്ത സ്നേഹം തിരിച്ചു കൊടുക്കണം. സ്നേഹിക്കാത്തപ്പോഴും സ്നേഹിക്കാനുള്ള ഒരു തീരുമാനം, നിന്നോട് ക്ഷമിക്കാത്തപ്പോഴും ക്ഷമിക്കാനുള്ള ഒരു തീരുമാനം, നിന്നെ മാറോട് ചേർത്ത് പിടിക്കാത്തപ്പോഴും നീ മാറോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു തീരുമാനം. ഇതാണ് ദൈവത്തിന്റെ കരുണ. അതാണ് റോമ 5:8 പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാനും നിങ്ങളും പാപികളായിരിക്കെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. ഒരു വിശുദ്ധന് വേണ്ടി, ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറാകും. പക്ഷേ ഒരു പാപിക്ക് വേണ്ടി, എനിക്കും നിനക്കും വേണ്ടി ഈശോ മരിച്ചു. നമ്മളിൽ എന്ത് നന്മയുണ്ടായിട്ടാ? നമ്മൾ ഇവനെ സ്നേഹിച്ചിട്ടാണോ അവൻ നമുക്ക് വേണ്ടി മരിച്ച? നമ്മൾ ഈശോയെ സ്നേഹിച്ചിട്ടാണോ? നമ്മൾ ഈ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്തിട്ടാണോ ഈശോ നമുക്ക് വേണ്ടി മരിച്ചേ? അല്ല. എന്ന് പറഞ്ഞാൽ ഈശോ കുരിശിൽ വെളിപ്പെടുത്തിയത് പിതാവിന്റെ കരുണയാണ്. നിനക്കർഹിക്കാത്ത ഒരു സ്നേഹം സ്വർഗം യേശുവിന്റെ കുരിശുമരണത്തിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് സ്വർഗമൊഴുക്കി. നീ ക്ഷമിക്കാത്തപ്പോഴും, നീ കരുണ കാണിക്കാത്തപ്പോഴും കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഇതാണ് കർത്താവിന്റെ കരുണ. നമുക്കൊരു അവകാശമില്ല, നമുക്കൊരു യോഗ്യതയില്ല. എന്നിട്ട് ഈശോ നമ്മുടെ നാവിലേക്ക് കടന്നു വരിക. നമ്മൾ പാപത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും ഒക്കെ കടന്നിട്ടും ദൈവം നമ്മളെ വീണ്ടും വീണ്ടും സ്നേഹിക്കും. ഇതാണ് ദൈവത്തിന്റെ കരുണ. ഇതാണ് ദൈവത്തിന്റെ കരുണ. ഈ കരുണ നിന്റെ ഹൃദയത്തിൽ വറ്റിപ്പോകരുത്. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഈ സ്നേഹം നിന്റെ ഹൃദയത്തിൽ വറ്റിപ്പോകരുത്. പിന്നെ നീ ലോകത്തിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാലും അതൊന്നും ഒരു നേട്ടമല്ല പ്രിയപ്പെട്ടവരെ, ഒന്നും ഒരു നേട്ടമല്ല. എന്തൊക്കെ നേടിയാലും, നമ്മൾ എന്തൊക്കെ ഈ ലോക ജീവിതത്തിൽ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും, കാരണം ഒറ്റ കാര്യമുള്ളൂ, മനസ്സിലാക്കിക്കൊള്ളുക, ഇതൊന്നും ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകില്ല.
ഒരു ബന്ധങ്ങളും കൊണ്ടുപോകില്ല. ജീവിത പങ്കാളി ഒരുപക്ഷെ നിന്റെ മരണത്തിൽ നിന്റെ കൂടെ വരില്ല. നിന്റെ മക്കളുണ്ടാകില്ല, നിന്റെ മാതാപിതാക്കൾ ഉണ്ടാകില്ല. നീ സമ്പാദിച്ചുണ്ടാക്കിയതുണ്ടല്ലോ, വഞ്ചിച്ച് ചതിച്ചുണ്ടാക്കിയത്, ഇതൊന്നും കൂടെ വരില്ല. ഒന്നുമില്ല. പച്ചയ്ക്ക് കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നീ ഒറ്റയ്ക്ക്, ഒന്നുമില്ല, ആരുമില്ല. വചനം പറയുന്നില്ലേ, കണ്ണാടിയിൽ കാണുന്നത് പോലെ നിന്റെ ജീവിതത്തെ മുഴുവനും അപ്പോ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരും. നീ ചെറുപ്പകാലം മുതൽ ഇന്ന് വരെ ഈ സ്നേഹത്തിന് നിരക്കാത്ത ചെയ്തത് മുഴുവനും ഓരോന്ന് നീ പറഞ്ഞ ഓരോ വാക്കുകൾ പോലും സ്വർഗം കണ്ണാടിയിൽ എന്നതുപോലെ നിന്റെ മുമ്പിൽ കാണിച്ചു തരും. വേറെ ഒന്നും അങ്ങോട്ട് പോകില്ല. ആകെ പോകുന്ന എന്നാന്നറിയോ? വചനം പറയുന്നില്ലേ, വിശ്വാസം, പ്രത്യാശ എന്ന് നിലനിൽക്കുന്നത് സ്നേഹമാണ്. ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും നിലനിൽക്കുന്നത് ഒന്നേയുള്ളൂ, അത് സ്നേഹമാണ്. വിശ്വാസം ഉണ്ടാവില്ല, പ്രത്യാശ ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോ വിശ്വസിക്കുന്നത് കാണാത്തൊന്നിനെയാ, പ്രത്യാശിക്കുന്നത് കാണാത്തൊന്നിനെയാ. പൗലോസിനെ പറഞ്ഞു, നമ്മൾ അവിടെ ചെല്ലുമ്പോ ഇന്ന് വരെ വിശ്വാസത്തിൽ, ദിവ്യകാരുണ്യത്തിൽ, വിശ്വാസത്തിൽ കണ്ടവനെ പിന്നെ മുഖാഭിമുഖം കാണും. പിന്നെ എന്ത് വിശ്വസിക്കാൻ? അവരെ കണ്ടു, നേരിട്ട് കണ്ടു. ഇന്ന് വരെ പ്രത്യാശിച്ചവനെ നേരിട്ട് കണ്ടു. വചനം പറയുന്നു, എന്ന് നിലനിൽക്കുന്നത് സ്നേഹമാ. ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും നിലനിൽക്കുന്നത് ഒന്നേയുള്ളൂ, അത് സ്നേഹമാ. അതുകൊണ്ടാണ് സ്നേഹത്തിന് ഇത്രയും വില കൽപ്പിക്കുന്നത്. എന്നിട്ട് വചനം പറയുന്നു, 1 യോഹന്നാൻ അതിന്റെ 4-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്ലീഹ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ പറ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത്രയും വർഷം ജീവിച്ചിട്ട് ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്ന? നമ്മൾ നുണയല്ലേ പറഞ്ഞേ? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ഇതാ, ദൈവം ഈസ് ഈക്വൽ ടു സ്നേഹം. ദൈവം സ്നേഹമാണ്. ഇപ്പൊ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്നവൻ അവൻ സ്നേഹിക്കണം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? കാരണം ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറ, ഹല്ലേലൂയാ. ഇത് മാത്രമേ അങ്ങോട്ട് പോകൂ. ബാക്കിയെല്ലാം ഈ ലോക ജീവിതത്തിൽ ഈ 6 അടി മണ്ണിൽ തീരും. ഇവിടെ ഇല്ലേ, എന്റെ പുറകെ തന്നെ ഇല്ലേ, അവിടെ ഉണ്ടല്ലോ, വേറെ 2 സ്ഥലത്തുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഗ്യാരണ്ടിയാ കിട്ടും, പേടിക്കണ്ട കേട്ടാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നോ. വേറെ കെട്ടി വേറെ വീട്ടിൽ പോകുന്നവരൊഴിച്ച് മക്കളൊന്നും പേടിക്കണ്ട, വേറെ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഒരുക്കി വെച്ചേക്കുന്ന 6 അടി മണ്ണ്. ബാക്കി ഇവിടെ പുറകിലിരിക്കുന്ന ചേട്ടന്മാരെല്ലാം ശ്രദ്ധിച്ചോ, നിങ്ങൾക്കുള്ള സ്ഥലം ഏത്? ഗ്യാരണ്ടിയാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെയല്ലേ പൊറുക്കുന്നേ, ഇറങ്ങും പോകാനൊന്നും പോകുന്നില്ല. നിങ്ങൾ പോയാൽ ഏതറ്റം വരെ പോകും? ഇവിടം വരെ പോകും. ഇതിനപ്പുറം ആരും പോകുകയല്ല. ഈ പറയുന്ന ഞാനും പോകുകയല്ല. ഹല്ലേലൂയ. ആരും പോകുകയല്ല. ഇതിനപ്പുറത്തേക്ക് പോകുന്നത് ഒന്നേ ഉള്ളൂ, അത് ഈ ലോക ജീവിതത്തിൽ സമ്പാദിക്കണം. അതാണ് വചനം പറയുന്നത്, അങ്ങോട്ട് പോകുമ്പോ സ്വർഗീയ ഭവനമുണ്ടാക്കാൻ. ഈ ഭൂമിയിൽ അതിനും അല്ലെ, നമ്മളൊരു ഭവനം പണിയാൻ പോകുമ്പോൾ നമ്മൾ അതിനുള്ള എന്തൊക്കെ മേടിക്കും? കട്ട മേടിക്കും, കമ്പി മേടിക്കും, മണൽ മേടിക്കും, അല്ലെ, എന്തെല്ലാം മേടിക്കണം ഒരു ഭവനം പണിയുമെങ്കിൽ. ഭവനം പണിയേണ്ടതായ ആ സാധനങ്ങളെല്ലാം വേണം. സ്വർഗീയ ഭവനത്തിൽ ഒരു ഭവനം പണിയാൻ വേണ്ടതൊന്നേ ഉള്ളൂ, സ്നേഹം. അത് ഇവിടെ ഇല്ലേ, ഇവിടെ നിന്ന് കൊണ്ടോയില്ലേ, അവിടെ ചെല്ലുമ്പോ ഒന്നും നടക്കേല. ഹല്ലേലൂയാ. ശ്രമത്ത് പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങോട്ട് പോകേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. മരണമെന്ന ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഒരു സത്യത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. എല്ലാവരും മനുഷ്യനായി ജനിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങൾ എല്ലാവരും മരണമെന്ന മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു സത്യത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ്. അത് കഴിയാതെ ഒന്നും ഒരു പരിപാടി, സ്വർഗവും നരകവും വിധിയൊന്നുമില്ല. എല്ലാം ആദ്യം നടക്കേണ്ട കാര്യം മരണമാണ്. ഞങ്ങൾ ഈ സീറോ മലബാറിന് പോകുമ്പോൾ ഒരു പാട്ട് പാടും, മരണം വരുമൊരു നാൾ. കേട്ടിട്ടുണ്ടോ? ഓർക്കുക മർത്യാ നീ കൂടെ പോരും നിൻ. പാടിക്കേ, അത് നിങ്ങൾ തന്നെ പാടുന്ന നല്ലത്. കൂടെ പോരും നിൻ അംബാസഡർ കാറും
2 നില വീടും ഒന്നും കൂടെ പോരിയല്ല. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, അതുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്യുക നാം. അത് പറയാനുള്ള ശേഷി പോലും ഇല്ല എൻ്റെ ദൈവമേ. ആകെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് സ്നേഹത്തിന്റെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ അത് അവിടെ കിട്ടും, വേറെ ഒന്നും കിട്ടുകയില്ല. ചിലവരൊക്കെ വീട് കെട്ടിപ്പോകും. ഞങ്ങളുടെ കാരിസ്മൻ അടുത്ത് തന്നെ ഒരു ടീം, എത്ര കോടിയുടെ വീടാണെന്ന് പറയാൻ പോലും പറ്റില്ല. അതിന്റെ ഉദ്ഘാടനത്തിന് 2 ആഴ്ച മുമ്പ് പുള്ളി അറ്റാക്കായിട്ട് തട്ടിപ്പോയി. ആ വീടിനിപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എല്ലാം വിദേശത്തു നിന്ന്, ദുബായിൽ നിന്ന്, അവിടെ നിന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ, അവിടെ കിടക്കുന്ന ലൈറ്റും സാധനങ്ങളെല്ലാം. മനുഷ്യൻ മരിക്കണമെന്നാണ് ആദിയിലെ ഉള്ള നിയമം. എബ്രായർ 9:27. അത് കഴിഞ്ഞാൽ പിന്നെ വിധിയുടെ സമയമാണ്. വിധിക്കപ്പെടുന്നത് ഒറ്റ കാര്യത്തിലാണ്, സ്നേഹത്തിന്റെ ബന്ധത്തിൽ, ദൈവവുമായി സഹോദരങ്ങളുമായുള്ള ഈ സ്നേഹത്തിന്റെ ബന്ധത്തിൽ മാത്രമാണ് ഒരു മനുഷ്യാത്മാവ് ഈ ലോക ജീവിതത്തിനപ്പുറം വിധിക്കപ്പെടാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞേ, നീ എൻ്റെ നാമത്തിൽ ആ സ്നേഹത്തെ പ്രതി 1 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടോ? 1 ഗ്ലാസ് വെള്ളത്തിന്റെ വില നോക്കിക്കേ. അയ്യോ, ഹല്ലേലൂയ. ഒറ്റ ഗ്ലാസ് വെള്ളത്തിന്റെ വിലയാണ് വചനം എഴുതി. നീ എൻ്റെ നാമത്തിൽ ആ സ്നേഹത്തെ പ്രതി 1 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടോ മോനെ? അതവിടെ ഉണ്ട്. ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നു, നീ എന്നെ സന്ദർശിച്ചു, അത് അവിടെ ഉണ്ട്. ഞാൻ രോഗിയായിരുന്നു, നീ എൻ്റെ അടുത്ത് വന്നു, അതവിടെ ഉണ്ട്. ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് അഭയം തന്നു, അതവിടെ ഉണ്ട്. സ്നേഹത്തിന്റെ പ്രവർത്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതവിടെയുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നമ്മൾ പാടി പ്രാർത്ഥിച്ചതൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ലോക ജീവിതത്തിൽ നല്ല പ്രവൃത്തി, സൽപ്രവർത്തികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുക. അതിന് ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നു. ഈശോയുടെ സ്നേഹം എൻ്റെ ചങ്കി കിട്ടണം. അവൻ്റെ മാറു പിളർന്നൊരു സ്നേഹം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരാ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഒരു 90% പേരുടെ പരാതി വ്യക്തിപരമായിട്ട് കാണുമ്പോൾ പരാതി എന്തായിരിക്കും എന്നറിയാമോ? എനിക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടുന്നില്ല, കിട്ടേണ്ട ബഹുമാനം കിട്ടുന്നില്ല, എനിക്ക് അർഹതപ്പെട്ടതൊന്നും കിട്ടുന്നില്ല. ഈശോ സ്വന്തം ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നിന്നെയും എന്നെ സ്നേഹിക്കാൻ ഈശോ ചിന്തിയില്ലേ? ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കാം, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ആത്മാവിനെ സ്വർഗത്തിന് വേണ്ടി നേടാൻ ഇതിനപ്പുറം ഈശോ സ്വർഗം എന്താ ചെയ്യേണ്ടിയിരുന്നേ? പറ. വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇതിനപ്പുറം നിന്നെ സ്വർഗത്തിന് വേണ്ടി നേടാൻ, ഇതിനപ്പുറം സ്വർഗത്തിന് എന്തെങ്കിലും സാധ്യമായിരുന്നെങ്കിൽ, വിശുദ്ധ അഗസ്ത്യൻ പറയുന്ന ഒരു കാര്യമോ, ഇതിനപ്പുറം വേറെ എന്തെങ്കിലും സ്വർഗത്തിന് സാധ്യമായിരുന്നെങ്കിൽ സ്വർഗം അത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അവന്റെ ഏറ്റവും അവസാനത്തെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു വഴിയും സ്വർഗം കണ്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് ലോകത്തിന്റെ മുഴുവനും പാപത്തിന്റെ പരിഹാരം അവന്റെ ചുമലിൽ വെച്ചു കൊടുത്തിട്ട് അവന്റെ ശരീരം ഉഴവുചാൽ പോലെ കീറി മുറിച്ചിട്ട് ശിരസ് മുതൽ കാൽപാദം വരെ തകർക്കപ്പെടാൻ അനുവദിച്ചിട്ട് യേശുവിലുള്ള സൗഖ്യവും വിടുതലും എനിക്കും നിനക്കുമായി ആ സ്നേഹത്തിന്റെ പൂർത്തീകരണമായി സ്വർഗം തന്നു. എന്തിനാണെന്നറിയാവോ? സ്നേഹിക്കാൻ. വേറെന്തിനാ? പിന്നെന്തിനാ ദൈവം തന്നത്? ഈശോയെ തന്നത് എന്തിനാ? സ്നേഹിക്കാനാ. ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധം പുനഃസ്ഥാപിക്കാനാ സ്വർഗം ഈശോയെ തന്നേ അല്ലേ? ആദ്യ മാതാപിതാക്കള് പിശാചിന്റെ സ്വരം കേട്ട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ പറുദീസ ബന്ധമുണ്ട്, ദൈവമായിട്ടുണ്ട്. ആദിയിലുണ്ടായിരുന്ന ബന്ധം, ഒരു സ്വാതന്ത്ര്യം, നഗ്നനായിരുന്നിട്ട് പോലും അല്ലെ നഗ്നത ഫീൽ ചെയ്യാതിരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന നഗ്നതയുടെ നടുവിലും കുഞ്ഞനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ തല്ലിക്കെടുത്തിയ പാപത്തിന്റെ ഭാരത്തെ, ആദം ചെയ്ത പാപത്തെ രണ്ടാം ആദമായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ, അവന്റെ കാൽവരി കുരിശിലെ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിലൂടെ
സ്വർഗം ഒരു വീണ്ടെടുപ്പ് നടത്തി. എന്നെയും നിങ്ങളെയും ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആദ്യ നഷ്ടപ്പെടുത്തിയ ആ സ്നേഹത്തിലേക്ക്, സ്വർഗവുമായിട്ടുണ്ടായിരുന്ന ആ സ്നേഹബന്ധത്തിലേക്ക് യേശുവിന്റെ മരണത്തിലൂടെ വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. കണ്ടോ, ഈശോ മരിച്ചതും ഈ സ്നേഹം പുനഃസ്ഥാപിക്കാനാണ്, നിനക്ക് ആത്മരക്ഷ തരാൻ വേണ്ടിയാ. ചിലവരുടെയൊക്കെ ചിന്ത എന്താണെന്നറിയാമോ? ഈശോ മരിച്ചത്, ഈശോ കാൽവരിയിൽ ബലിയായി തീർന്നത്, ഈശോ ഈ അൾത്താരയിൽ മുറിയപ്പെടുന്നത്, പ്രിയപ്പെട്ടവരെ, നിനക്ക് ജോലി തരാൻ വേണ്ടി മാത്രമല്ല, നിന്റെ വിവാഹം നടക്കാനല്ല, കുഞ്ഞുങ്ങളുണ്ടാകാനല്ല. അതൊക്കെ അതിന്റെ ബാക്കി പത്രമാ. ഈശോ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞു മരിച്ചത് നീ അവന് വേണ്ടി ജീവിക്കാനാ. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിന്റെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രതിപുരുഷന്മാരായി ജീവിക്കാൻ വേണ്ടിയാ യേശു കാൽവരിയിൽ പിടഞ്ഞതും മരിച്ചതും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും വസിക്കുന്നവര് നമ്മെ കാണുമ്പോ കുരിശിൽ സ്വർഗം വെളിപ്പെടുത്തിയ സ്നേഹം നമ്മളിലൂടെ വെളിപ്പെട്ട് കിട്ടണം. അങ്ങനെ ഈശോയെ നമ്മളിൽ അനേകര് കാണണം. ഹല്ലേലൂയ. അതിനാണ് ഈശോ നമുക്കായി മരിച്ചതും, അതിനാണ് ഈശോ നമുക്കായി പിടഞ്ഞതും. 2 കൊരിന്തോസ് 5:15 പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം, എന്തിനാണ് ഈശോ മരിച്ചതെന്ന്, എന്തിനാണ് ഈശോ കാൽവരിയിൽ ചങ്കുപിടഞ്ഞ് രക്തം ചിന്തിയതെന്ന് വചനം പറയുന്നു മനോഹരമായിട്ട്. 2 കൊരിന്തോസ് 5:15 ഒന്ന് എടുത്തു നോക്കിക്കേ. 2 കൊരിന്തോസ് 5:15 വചനം ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. അതിന്റെ തൊട്ടുമുമ്പത്തെ വചനം, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം തരുന്നു. എന്തിനാ സ്നേഹം തരുന്നേ? നോക്കിക്കോ, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. കണ്ടോ, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ മരിച്ചത്, ഈശോ കാൽവരിയിൽ രക്തം ചിന്തിയത് വചനം പറയുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് ഇനി ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. എന്തിനാ ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്? പറ, എന്തിനാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്? പറഞ്ഞേ, എന്തിനാ മരിച്ചേ? പറ. നമ്മൾ അവന് വേണ്ടി ജീവിക്കാൻ. ഹല്ലേലൂയ. അത്രേ ഉള്ളൂ. യേശു എന്തിനു മരിച്ചു? ഞാൻ അവന് വേണ്ടി ജീവിക്കാൻ. റോമ 14:7 വചനം പറയുന്നു, നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം മരിക്കുന്നില്ല, നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേട്ടോ, ആകയാൽ സഹോദരങ്ങളെ, നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിന്റെ സ്വന്തമത്രേ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവന്റെ അവസ്ഥ, അവൻ ജീവിച്ചാലും അവൻ മരിച്ചാലും അവൻ കർത്താവിന്റെ സ്വന്തമത്രേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പി 1:21 പൗലോസ്ലീഹ പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം. ജീവിതം ക്രിസ്തുവായതിനാണ് മരണം നേട്ടമായത്. ആ തിരുനാളെ നമ്മൾ ആഘോഷിക്കുന്നത്. ഒരുവൻ മരിച്ചതിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. നമ്മൾ ആരാ മരിച്ചതിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ക്രിസ്തുവിന് വേണ്ടി മരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നേട്ടമാകുന്നത്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക 5:10 പൗലോസ്ലീഹ പറയും, ഉറക്കത്തിലും ഉണർവിലും അവനോടൊത്ത് ജീവിക്കാൻ. ഉറക്കത്തിലും ഉണർവിലും എന്ന് പറഞ്ഞാൽ എപ്പോഴും അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി കാൽവരിയിൽ പിടഞ്ഞ് അവസാനത്തുള്ള രക്തവും നൽകി മരിച്ചത്. ഹല്ലേലൂയ. ഒരു ജീവിതത്തിന് ഒരർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. അർത്ഥമില്ലാതെയല്ല നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. പൗലോസ് പറഞ്ഞില്ലേ, ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ ചുമ്മാ കൈവീശുമല്ല ചെയ്യുന്നത്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. വായിൽ അടിക്കുന്നവനെ പോലെയല്ല ഞാൻ അടിക്കുന്നത്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് ലക്ഷ്യമുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് ലക്ഷ്യമുണ്ട്. എല്ലാ ദിവസവും കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ലക്ഷ്യമുണ്ട്. അവൻ എനിക്കായി ഓരോ പ്രഭാതത്തിലും ബലിയായതുപോലെ അവന് വേണ്ടി ബലി ജീവിതം നയിക്കുവാനുള്ള ഒരു തിരിച്ചറിയും ഒരു വിളിയും ഒരു ലക്ഷ്യവും സ്വർഗം ഒരു ദൈവ പൈതലിൽ നിക്ഷേപിച്ചിട്ടുണ്ട്.
ഇത് മറക്കരുത്. അത് മറക്കുന്നവൻ സ്വർഗത്തിന്റെ വിളി മറക്കുന്നു. അത് മറക്കുന്നവൻ ക്രിസ്ത്യാനി എന്ന വിളി മറക്കുന്നു. അത് മറക്കുന്നവൻ നിത്യജീവന്റെ വഴിയാണ്, സ്വർഗത്തിന്റെ വഴിയാണ് എന്നേക്കുമായി അവന്റെ മുമ്പിൽ, അവളുടെ മുമ്പിൽ കുട്ടിയടയ്ക്കുന്നത്.